الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് സാക്ഷാൽ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അർഹമർ റഹീമീനായ നാഥൻ നാം ഏവരെയും തുണക്കുമാറാകട്ടെ. ഇസ്ലാമിക ജീവിതം എന്നത് ഒരു പഴം പൊളിച്ച് തിന്നുന്നത് പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് പ്രയാസമേറിയ ഒരു മലയിലേക്കുള്ള കയറ്റം പോലെ എന്ന് ഇസ്ലാമിക ജീവിതത്തെ ഉദാഹരിച്ചത്. ത്യാഗവും സാഹസികതയും ആവശ്യമുള്ള ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലാഹുവിൻ്റെ വഴിയിലെ ജീവിതം എന്നാണ് വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമളാനിന്റെ ആത്മീയ ചൈതന്യവും ഊർജവും സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ വഴിയിൽ ജീവിക്കാൻ തീരുമാനിച്ച ഒരു സമൂഹമെന്ന നിലയിൽ ഈ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽവിലാസം? ഈ സമൂഹത്തിന് ഒരു അഡ്രസ്സുണ്ട്. ആ അഡ്രസ്സ് പറഞ്ഞു തരേണ്ടത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിന്റെ ഭാഷയിൽ നമുക്കറിയാം, മുസ്ലിം ഉമ്മത്ത് മാനവ സമൂഹത്തിന്റെ നന്മയാണ്. ഖൈർ ഉമ്മത്ത്. വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ ഈ സമൂഹം ഒരു സന്തുലിത സമാജമാണ്. ഉമ്മത്തുൻ വസത്ത്. ഈ ഉമ്മത്തിന് നിറവേറ്റാനുള്ള ബാധ്യത സത്യത്തിന്റെ സാക്ഷാത്കാരമാണ്. ഷഹാദത്തുൽ ഹഖ്. ഈ സമുദായത്തിന്റെ വഴി
പ്രവാചകന്മാരുടെ വഴിയാണ്. ഫവജ്തബാക്കും. വിശുദ്ധ ഖുർആൻ നമ്മൾ ചെയ്യേണ്ടതെന്ത് എന്ന് വളരെ കൃത്യമായി സംശയങ്ങൾക്കിടയില്ലാത്ത വിധം വിശദീകരിച്ചു തരുന്നു. ഏത് ചരിത്ര സാഹചര്യത്തിലും ഈ ഷഹാദത്തുൽ ഹഖ് അഥവാ സത്യത്തിന്റെ സാക്ഷാത്കാരം എന്ന മഹത്തായ ദൗത്യം ഭാരമേറിയ ഒരു ദൗത്യം തന്നെയാണ്. ഈ ഉന്നതമായ ലക്ഷ്യത്തിന് സ്വന്തത്തെ പാകപ്പെടുത്തിയെടുക്കലാണ് ഈ ഉമ്മത്തിലെ ഓരോരുത്തരുടെയും വ്യക്തിബാധ്യത എന്ന് നമ്മൾ അറിയണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആധിപത്യത്തിന് തന്നെയും ലോകത്തെയും വിധേയമാക്കി തീർക്കുക എന്നതാണ് നമ്മുടെ നിയോഗം. അല്ലാഹുവിന്റെ ആധിപത്യത്തിന് സ്വന്തത്തെ പാകപ്പെടുത്തിയെടുക്കുക, അല്ലാഹുവിന്റെ ആധിപത്യത്തിന് ലോകത്തെ വിധേയമാക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക. തീർച്ചയായും ഈ ഉദാത്തമായ ലക്ഷ്യത്തിന് നമ്മുടെ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പരിമിതമായ മതജീവിതം പോരാ. നമ്മളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതകീയമായ ജീവിതമുണ്ട്. ആരാധനകളും അനുഷ്ഠാനങ്ങളും സർവപ്രധാനമായി തീർന്ന, അതാണ് ഏറ്റവും വലിയ ത്യാഗമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മതജീവിതമുണ്ട്. ഈ പരിമിതമായ മതജീവിതം കൊണ്ട് ഇപ്പറഞ്ഞ മഹാലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ മതാനുഷ്ഠാനവും അഥവാ ഇബാദാത്തുകളും നമുക്ക് പകർന്നു തരുന്ന ത്യാഗത്തിന്റെ ഒരു ശൈലിയുണ്ട് ജീവിതത്തിന്. ഈ ത്യാഗപൂർണമായ ജീവിതശൈലിയെ സ്വീകരിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും ഈ ലക്ഷ്യത്തിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോവുക സാധ്യമല്ല. ഷഹാദത്ത് ചൊല്ലി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും നമുക്കറിയാം ആ ഷഹാദത്ത് വളരെ പ്രയാസരഹിതമായ ഒരു കാര്യമാണ്. അത് മനസ്സുകൊണ്ടുള്ള സമ്മതിക്കലും നാവുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനവുമാണ്. പക്ഷേ ഷഹാദത്തിലൂടെ കടന്നുവരുന്ന ഈ മനുഷ്യൻ ഒന്നാമതായി അയാൾക്ക് നിർബന്ധമായി തീരുന്ന മതബാധ്യതയായ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ പോലും അയാൾ ത്യാഗം ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. ഇശാനേരത്ത് അല്ലെങ്കിൽ പാതിരാത്രി ഒരാൾ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഈ പ്രതിജ്ഞയിലൂടെ കടന്നുവന്നു എന്ന് സങ്കല്പിക്കുക. തീർച്ചയായും അയാളുടെ ഒന്നാമത്തെ കർമ്മപരമായ ബാധ്യത സുബഹിന്റെ നമസ്കാരമാണ്. പക്ഷേ ആ നമസ്കാരം അയാൾ നിർവഹിക്കണമെങ്കിൽ അയാൾ ത്യാഗബോധം ഉൾക്കൊള്ളാതെ നിർവാഹമില്ല. ഉറക്കത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലാതെ, വിരിപ്പിനടിയിൽ കിടക്കുന്ന സുഖം വേണ്ടെന്ന് വെച്ചുകൊണ്ടല്ലാതെ അയാൾക്ക് തന്റെ ഒന്നാമത്തെ മതബാധ്യത പോലും നിർവഹിക്കുക സാധ്യമല്ല എന്ന് നമുക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത് നമസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും ഇസ്ലാമിലെ ഏത് അനുഷ്ഠാനമായാലും മനുഷ്യനെ പരിശീലിപ്പിക്കുന്ന വലിയൊരു ത്യാഗത്തിന്റെ സംസ്കാരമുണ്ട്. ചിലത് നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലാതെ ചിലത് നേടിയെടുക്കാൻ സാധ്യമല്ലെന്നർത്ഥം. പക്ഷേ ആ നഷ്ടപ്പെടുത്തൽ ഒരു നഷ്ടപ്പെടുത്തലല്ലെന്നും അതൊരു നേട്ടമാണെന്നും മനുഷ്യനറിയാം. ത്യാഗമെന്നതേ നേട്ടം എന്നാണല്ലോ പണ്ട് കവി പാടിയിട്ടുള്ളത്. ത്യാഗം നഷ്ടപ്പെടലല്ല, അത് നേടിയെടുക്കലാണ് എന്നൊരു വിശ്വാസിക്കറിയാം. ആ അർത്ഥത്തിൽ ഏറ്റവും വിലപ്പെട്ട സ്വർഗത്തിനു വേണ്ടി അത്രത്തോളം പ്രധാനമല്ലാത്ത പലതും ത്യജിച്ചുകൊണ്ട് മാത്രമേ അള്ളാഹുവിന്റെ വഴിയിൽ മുന്നോട്ടു പോകാനാകൂ. കേവലം നമസ്കാര, നോമ്പ്, ഹജ്ജ് അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രം അള്ളാഹുവിന്റെ ഈ മഹത്തായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക സാധ്യമല്ലെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാഅ വല്ലറാഅ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. പ്രവാചകന്മാരും അവരുടെ അനുചരന്മാരും കിടിലം കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. ഇനി എപ്പോഴാണ് ആകാശത്തു നിന്നൊരു സഹായം നമുക്ക് കരഗതമാവുക?
എന്ന് ബേജാറോടുകൂടി നിലവിളിക്കേണ്ടി വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനും അനുചരന്മാർക്കും. അത്രമാത്രം വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നു. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു ചോദിച്ചു, ജനങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വിട്ടയക്കപ്പെടും എന്നാണോ അവർ കരുതുന്നത്? അവർ പരീക്ഷിക്കപ്പെടാതെ വിട്ടയക്കപ്പെടും എന്ന് വ്യാമോഹിക്കുകയാണോ? അതിന്റെ ഒടുവിൽ പറയും, വലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ഷഹാദത്ത് പ്രഖ്യാപിച്ച ഈ മനുഷ്യൻ സത്യസന്ധനാണോ, ഈ മാർഗത്തിൽ വ്യാജനാണോ എന്ന് അല്ലാഹുവിനറിയണം. അതിനായി അവൻ പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്സാബിരീൻ. സൂറത്ത് ആലി ഇമ്രാൻ. അല്ലാഹു ചോദിക്കുന്നു, ക്ഷമാലുക്കളാണെന്നറിയാതെ, അല്ലാഹുവിന്റെ വഴിയിൽ സമരം നടത്തുന്ന പോരാളികളാരെന്നറിയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുകയാണോ? അപ്പോൾ നമുക്ക് ബോധ്യമാകുന്നു, സ്വർഗമെന്നത് വലിയ ത്യാഗം ആവശ്യമുള്ള ഒന്നാണ്. ഇസ്ലാമിക ജീവിതം എന്നത് സാഹസികത ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഏതാനും ആരാധനകളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ അനായാസം അടിച്ചെടുക്കാവുന്ന നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ നിലപാട്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗത്തിന് പകരമായി സ്വന്തത്തെയും എല്ലാ സമ്പാദ്യങ്ങളെയും അല്ലാഹുവിന് സമർപ്പിച്ചവരാണ്, ത്യജിക്കാൻ സന്നദ്ധമായവരാണ് വിശ്വാസികളുടെ സമാജം. അതുകൊണ്ട് ഈ ത്യാഗത്തിന്റെ പ്രതിജ്ഞയാണ് ഒന്നാമതായിട്ട് അല്ലാഹു നമ്മെ കൊണ്ടെടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കൈകെട്ട് നിന്നുകൊണ്ട് നിരന്തരം ആ പ്രതിജ്ഞ ചൊല്ലുന്നത്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണല്ലോ പറയുന്നത്. അത് ത്യാഗത്തിന്റെ പ്രതിജ്ഞ കൂടിയാണ്. എന്റെ നമസ്കാരം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുമ്പോൾ നുസുക്കി, നുസുക്ക് ത്യാഗം. എന്റെ ത്യാഗം ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാകുന്നു. ഇത് നിസ്സാരമായ ഒരു വാചകമല്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ത്യാഗം ചെയ്യാത്തവരാരും ഈ സദസ്സിലില്ല. എല്ലാവരും ത്യാഗം ചെയ്യുന്നവരാണ്. പക്ഷേ ആർക്കു വേണ്ടി ത്യാഗം ചെയ്യുന്നു? എന്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്നു? ഏതൊരു നേട്ടം ആർജിച്ചെടുക്കാൻ വേണ്ടി ത്യാഗം ചെയ്യുന്നു? അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ട് നിന്നുകൊണ്ട് വിശ്വാസി പറയുന്നു, ഓ നുസുക്കി, എന്റെ ത്യാഗം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാകുന്നു എന്റെ ത്യാഗം എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന മഹത്തായ ത്യാഗങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് എന്തോ ബാഹ്യമായ കൗതുകങ്ങളോ ആകർഷണങ്ങളോ അല്ല, മറിച്ച് അത് ആന്തരികമാണ്. അഥവാ അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. ആ രക്ഷിതാവിനോടുള്ള മഹബത്തിൽ നിന്നാണ് വിശ്വാസിയുടെ എല്ലാ ത്യാഗവും ജനിക്കുന്നത്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാ. ഖുർആൻ പറഞ്ഞു, വിശ്വാസികളുടെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. വിലപ്പെട്ടതായി നമ്മൾ ജീവിതത്തിൽ കരുതുന്നതെല്ലാം ഈ മഹത്തായ സ്നേഹത്തിന്റെ മുമ്പിൽ നിസ്സാരമാണ്. നിസ്സാരമായി തീരണം എന്നാണ് വിശ്വാസത്തിന്റെ താല്പര്യം. അവിടെയാണ് യഥാർത്ഥത്തിൽ ത്യാഗമുണ്ടാകുന്നത്. അല്ലാഹുവിനോടുള്ള സ്നേഹമാണ് പരമപ്രധാനമെങ്കിൽ, അവനോടുള്ള സ്നേഹമാണ് വിശ്വാസിക്ക് ഏറ്റവും വലുതെങ്കിൽ, അല്ലാഹുവിനോടുള്ള ആ സ്നേഹത്തിന്റെ മുമ്പിൽ മറ്റെല്ലാ സ്നേഹങ്ങളും നിസ്സാരമായി തീരുന്ന ഒരവസ്ഥ വിശ്വാസിക്ക് സംജാതമാകണം എന്നർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ത്യാഗത്തിന്റെ വഴിയിലൂടെയല്ലാതെ ഇസ്ലാമിക ജീവിതം സാധ്യമല്ല. ചിലതൊക്കെ ത്യജിച്ചുകൊണ്ടും വേണ്ടെന്ന് വെച്ചുകൊണ്ടുമല്ലാതെ ഈ മാർഗത്തിൽ മുന്നോട്ട് പോവുക സാധ്യമല്ല. സ്വർഗം സമ്പാദിക്കണമെന്ന മോഹമുണ്ടോ? ഈ ത്യാഗത്തിന്റെ ശീലവും ശൈലിയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചെടുക്കാൻ കഴിയണം എന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട 5 ത്യാഗങ്ങളെക്കുറിച്ച് മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി നമ്മുടെ സമയത്തിന്റെ ത്യാഗമാണ്. സമയമാണല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ്. സമയത്തിന്റെ മൂല്യം നമുക്കറിയാം. പക്ഷേ സമയത്തിന്റെ മൂല്യം അറിയുന്ന നമ്മൾ ഏതെങ്കിലും സമയത്തെ അവഗണിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈമാനിന്റെ ദൗർബല്യം കൊണ്ട് അല്ലാഹുവിന്റെ വഴിയിൽ നമ്മൾ സമയബോധത്തെ കാണിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ജുമുഅ നമസ്കാരത്തിന് പലപ്പോഴും വൈകി വരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല
ആ സമയത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൽപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. എല്ലാ ബിസിനസ്സും അവസാനിപ്പിക്കാം. ഒരു വ്യാഖ്യാനം വേണ്ട, വിശദീകരണം വേണ്ട. വദറുൽ ബൈഅ, എല്ലാ കച്ചവടവും അവസാനിപ്പിക്കൂ. അങ്ങനെ ഷട്ടറിടാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ വരുന്നത്. അപ്പൊ അയാൾ കുറെ സാധനം വാങ്ങുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാ പിന്നെ അയാൾക്ക് എടുത്തു കൊടുത്തിട്ട് പോകാം എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നു. അങ്ങനെ ആ കച്ചവടം കഴിഞ്ഞപ്പോൾ മറ്റൊരു കസ്റ്റമർ എത്തി. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചാഞ്ചാട്ടമാണ്. അല്ലാഹ് പറഞ്ഞു വദറുൽ ബൈഅ, എല്ലാ കച്ചവടവും അവസാനിപ്പിക്കും. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ പരലോകത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ, അതിലെ രക്ഷാശിക്ഷകളുടെ ഗൗരവം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്കുത്തമം. എന്തുകൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിന് വൈകിപ്പോകുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദുനിയാവിന്റെ പല കാര്യങ്ങൾക്കും വളരെ സമയനിഷ്ഠ പാലിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ സമയനിഷ്ഠ പാലിക്കാൻ കഴിയുന്നില്ലെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ളുഅഫുൽ ഈമാനാണ് എന്ന് എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സമയം വളരെ വിലപ്പെട്ടതാണ്. ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത്ത ദഖായിഖുൻ വതവാനി. ജീവിതം എന്നാൽ മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. ഒരു നിമിഷാർദ്ധത്തിന്റെ വിലയറിയാം വിശ്വാസിക്ക്. അതുകൊണ്ട് സമയത്തിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ സമയത്തിന്റെ ത്യാഗം ചെയ്യൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. ആ സമയത്തിന്റെ മൂല്യം അറിയുമ്പോഴാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന നേരം പോലും ജീവിതത്തിൽ ഒരു നഷ്ടമാണല്ലോ എന്ന്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ഈ ആഹാരത്തിന് വേണ്ടി എത്ര സമയമാണ് മനുഷ്യൻ ചെലവഴിക്കുന്നത്, അത് ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണല്ലോ എന്ന് അദ്ദേഹം ദുഃഖിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സമയത്തിന്റെ ത്യാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമയം നീക്കിവെക്കാൻ 24 മണിക്കൂർ എന്ന ഒരു ദിവസത്തെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ സമയം നീക്കിവെക്കാൻ ഒട്ടുമില്ലെന്ന് പടച്ചവനോട് അഹന്ത പറയുന്ന ഒരു മനുഷ്യനുണ്ടോ, അയാൾ സ്വർഗത്തിന്റെ മാർഗത്തിൽ പിന്തള്ളപ്പെടും എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ സംഗതി വിശദീകരിക്കുന്നില്ല, സൂചിപ്പിക്കുക മാത്രമാണ്. സമ്പത്തിന്റെ ത്യാഗമാണ് പ്രധാനപ്പെട്ട മറ്റൊന്ന്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വിശ്വാസികളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞു. ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ഒരുപോലെ ചിലവഴിച്ചുകൊണ്ടേയിരിക്കുന്നവരാണവർ. അവരല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ഈ ഇൻഫാഖ് എന്ന് പറയുന്നത് ഒരു സീസണോട് ബന്ധപ്പെട്ട കാര്യമല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിലുള്ള ഒരു സ്വഭാവമല്ല, പണം കൈവരുമ്പോൾ മാത്രമുള്ള ഒരു ശീലമല്ല, പണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാനം, അത് വിശ്വാസികളുടെ ജീവിതത്തിന്റെ മുദ്രയാണ് എന്ന് ഖുർആൻ പറയും. സമ്പത്തിന്റെ ത്യാഗത്തിലൂടെയല്ലാതെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക സാധ്യമല്ലെന്ന് ഖുർആനും സുന്നത്തും ഒരു 100 ആയത്തുകളും ഹദീസുകളും നമുക്ക് ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ കഴിയും. ആ സമ്പത്ത് വളരുകയാണ് ചെയ്യുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. അല്ല, ഒരാൾ ഒരു ധാന്യമണി വിതച്ചു, അതിൽ 7 കതിരുകളുണ്ടായി, ഓരോ കതിരിലും 100 മണികൾ വീതം എന്ന് വിശുദ്ധ ഖുർആൻ ഉദാഹരണം പറഞ്ഞു. അത്രമേൽ അല്ലാഹു പെരുപ്പിച്ചു തരുന്ന ധനത്തിന്റെ ത്യാഗത്തെ സംബന്ധിച്ച്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പടച്ചവന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ പുണ്യജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നത്. പോക്കറ്റിൽ തൊടാതെ, സമ്പത്തിൽ തൊടാതെ, ബാങ്ക് ബാലൻസ് തൊടാതെയുള്ള ഒരു ഇസ്ലാമിക ജീവിതം സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ത്യാഗത്തിന് എത്രയോ കഥകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയും. വിശദീകരിക്കാൻ സന്ദർഭമില്ലാത്തതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക നമുക്കറിയാമല്ലോ. സുഹൈബ് ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോകാൻ നേരമാണ് ശത്രുക്കൾ തടഞ്ഞു നിർത്തുന്നത്. ഖുറൈശികൾ പറഞ്ഞു, സുഹൈബേ, നിന്നെ ഞങ്ങൾ വിടാൻ സമ്മതിക്കുകയില്ല. ആദർശത്തിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള ആളുകളും ഇതാ യസ്രിബിലേക്ക് പോയി കഴിഞ്ഞു. അവരുടെ സാമീപ്യം എനിക്ക് വേണം, അവരുടെ സാന്നിധ്യത്തിൽ ജീവിക്കണം. അതുകൊണ്ട് ആ ഇസ്ലാമിക ജീവിതത്തിന് വേണ്ടി ഹിജ്റ പോകണം എന്ന് സുഹൈബ് ചിന്തിച്ചു. അപ്പോൾ സുഹൈബ് മക്കയിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു. ആ ധനികൻ പോകാനൊരുങ്ങുമ്പോൾ
വില്ലാളി വീരന്മാരായ ഖുറൈശികൾ നിയോഗിച്ച ആളുകൾ അദ്ദേഹത്തെ നേരിടാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെക്കാൾ വലിയ വില്ലാളിയാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയായി ഞാൻ കൊന്നുകളയും, അതുകൊണ്ട് എനിക്ക് മാർഗതടസ്സം സൃഷ്ടിക്കരുത് എന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, സുഹൈബേ, ഞങ്ങൾക്ക് പ്രശ്നം നീ സമ്പത്തുമായിട്ട് പോകുന്നതാണ്. ലഖദ് അതൈത മക്കത്ത സുഅലൂകൻ ഫഖീറൻ. ഖുറൈശികൾ പറയുകയാണ്, സുഹൈബ് ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്നു. അവർ പറഞ്ഞു, ലഖദ് അതൈത മക്കത്ത സുഅലൂകൻ ഫഖീറൻ. സുഅലൂക്ക് എന്ന് പറഞ്ഞാൽ ദുർബലനായ, അങ്ങേയറ്റം ദരിദ്രനായ മനുഷ്യൻ. ഇങ്ങനെ അബലനും നിർധനനുമായ ഒരാളായിട്ടാണ് നീ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നത്, സുഅലൂക്കായിട്ടാണ് വന്നത്. എന്നിട്ട് ഇപ്പോഴോ ഇപ്പൊ നീ വലിയ കോടീശ്വരനാണ്. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വ്യാപാരം നടത്തി ഉണ്ടാക്കിയ സമ്പത്താണ്, അതുകൊണ്ട് ഇതുമായിട്ട് നിനക്ക് പോകാൻ ഞങ്ങൾ അനുവാദം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർഗതടസ്സം സൃഷ്ടിച്ചു. സുഹൈബിന്റെ ചോദ്യം, ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗത്തിന് പകരമായിട്ട് എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞ വിശ്വാസികളുടെ സമാജത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം. ത്യാഗബോധം ഉൾക്കൊണ്ടവനാണ്. അദ്ദേഹം ചോദിച്ചു, എന്റെ മാർഗത്തിൽ എന്നെ നിങ്ങൾക്ക് സ്വതന്ത്രമായി വിടാമോ? എന്റെ സമ്പത്തെല്ലാം നിങ്ങൾക്ക് സമർപ്പിച്ചാൽ അവർ പറഞ്ഞു, അതെ, എങ്കിൽ നിനക്ക് പോകാം, ഒന്നൊഴിയാതെ എല്ലാം കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നയിടത്ത് എന്റെ ഇത്ര സമ്പാദ്യമുണ്ട്, ഇന്ന സ്ഥലത്ത് എന്റെ ഇത്ര നിക്ഷേപമുണ്ട്, നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ രഹസ്യ വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തി ഉടുത്ത വസ്ത്രമല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാതെ അദ്ദേഹം മദീനത്തേക്ക് പോവുകയാണ്. മദീനയിലെത്തുമ്പോൾ, ഖുബായിലെത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരത്തു നിന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടു. പ്രവാചകൻ പറഞ്ഞു, റബിഹൽ ബൈഉ യാ അബാ യഹ്യ, റബിഹൽ ബൈഉ. സുഹൈബേ, നിന്റെ വ്യാപാരം വിജയകരമായി, നീ നടത്തിയ ഇടപാടുണ്ടല്ലോ അത് വമ്പിച്ച ലാഭമായി എന്ന് പ്രവാചകൻ വിളിച്ചു പറയും. അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം മദീനത്ത് അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ഒരാളും പ്രവാചകന്റെ മുന്നിൽ ചെന്ന് ആ വിവരം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. വല്ലാഹി മാ സബഖനി ഇലൈക അഹദു യാ റസൂലല്ലാഹ് വമാ അഖ്ബറക ബിഹി ഇല്ലാ ജിബ്രീൽ. ജിബ്രീൽ താങ്കളെ അറിയിച്ചതാണ് എന്ന് എനിക്കറിയാം. സുഹൈബിന് കാര്യം മനസ്സിലായി. അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് പ്രവാചകനെ സുഹൈബിന്റെ കാര്യം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ഷഹിദ അലൈഹി ജിബ്രീൽ. ചരിത്രം പറയുന്നു, ആ സന്ദർഭത്തിൽ ജിബ്രീൽ സമാഗതനായി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരായത്തുമായി ജിബ്രീൽ വന്നു. വമിനന്നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ കാണാം സുഹൈബിനെ കുറിച്ചിറങ്ങിയ ആയത്ത്. വമിനന്നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തത്തെ സമർപ്പിച്ച ആളുകളുണ്ട്. അള്ളാഹു അവരോട് അങ്ങേയറ്റം ദയാലുവാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സുഹൈബ് റൂമിയെ അഭിനന്ദിച്ചുകൊണ്ട് ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, വിശദീകരിക്കുന്നില്ല. ഇതുപോലെ ഒരു 100,000 സംഭവങ്ങൾ കാണാം നമുക്ക് ചരിത്രത്തിൽ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പടച്ചവന്റെ വഴിയിൽ സമർപ്പിക്കാൻ കറതീർന്ന ഒരു മനസ്സുണ്ടാകുന്നതുവരെ നിങ്ങൾക്കൊരിക്കലും ഇസ്ലാമിക ജീവിതത്തിലേക്ക് എത്തിച്ചേരുക സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അടുത്ത ത്യാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹ സൗഹൃദങ്ങളുടെ ത്യാഗമാണ്. എല്ലാവർക്കുമുണ്ട് ചങ്ങാത്തങ്ങൾ, ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ട്, ആത്മസുഹൃത്തുക്കളുണ്ട്. ഈ സൗഹൃദങ്ങളെ, ഈ ചങ്ങാത്തങ്ങളെ, ഈ കുടുംബ ബന്ധങ്ങളെ നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കാൻ കഴിയണം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനോടാണ് പരമമായ സ്നേഹമെങ്കിൽ ആ സ്നേഹത്തിന് വിധേയമാണ് ബാക്കി എല്ലാ സ്നേഹവും എന്ന് ഉറപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നതുവരെ അയാൾ ഈ മാർഗത്തിൽ എത്തിച്ചേരുകയില്ല എന്ന് പറയുകയാണ്. ഒരാളെ സ്നേഹിക്കുന്നു, അയാളുമായിട്ട് ആത്മസൗഹൃദമുണ്ടാക്കുന്നു, അത് അള്ളാഹുവിനെ കണക്കാക്കിയാകണം എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. മൻ അഹബ്ബ ലില്ലാഹ്, മൻ അഹബ്ബ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ആരാണ് സ്നേഹിച്ചത്. ഒമൻ അബഗള ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ആരാണ് കോപിച്ചത്. ഒമൻ അഅ്താലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ആരാണ് കൊടുത്തത്. ഒമൻ മനഅലില്ല, അള്ളാഹ്നെ വിചാരിച്ചാർക്കാണ് കൊടുക്കാതിരുന്നത്. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവനാണ് ഈമാൻ പൂർണ്ണമായവൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുകയാണ്. അവിടെ ബന്ധങ്ങളായിക്കൂടാ,
സൗഹൃദങ്ങൾ മാർഗതടസ്സങ്ങളായിക്കൂടാ. അത് ഉപ്പയാണെങ്കിലും മക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും. വിശുദ്ധ ഖുർആൻ 58-ാം അധ്യായം സൂറത്തുൽ മുജാദില 22-ാമത്തെ വചനം ഈ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കണം. പ്രവാചകന്റെ സഹാബത്ത് കാണിച്ച ഉജ്ജ്വലമായ മാതൃകയെ അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ്. അബൂ ഉബൈദമാര് യുദ്ധക്കളത്തിൽ സ്വന്തം പിതാക്കന്മാരെ വധിച്ചതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ പ്രവാചകന്മാരുടെ ചരിത്രം ഈ ത്യാഗത്തിന്റെ ചരിത്രമായിരുന്നു എന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം അതിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം ഉപ്പയോടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു, പുത്രനോടുള്ള ബന്ധം കൊണ്ടും അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. രണ്ട് പരീക്ഷണങ്ങളിലും അല്ല അദ്ദേഹം നേരിട്ട എല്ലാ പരീക്ഷണങ്ങളിലും ഫഅതമ്മഹുന്ന എന്നാണ് ഖുർആൻ പറഞ്ഞത്. എല്ലാത്തിലും പൂർണ്ണമായിട്ട് അദ്ദേഹം വിജയിക്കുകയുണ്ടായി. ഉപ്പയോടുള്ള സ്നേഹം കലശലായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ചീത്ത പറയുമ്പോഴും യാ അബത്തി എന്ന് ഇബ്രാഹിം വിളിച്ചത്. യാ അബത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വാത്സല്യമുള്ള, ബഹുമാനമുള്ള, സ്നേഹമുള്ള പ്രയോഗമാണ്. എന്റെ പുന്നാര ഉപ്പ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളം പറയാം. അങ്ങനെയാണ് ആദറിനോട്, മുശ്രിക്കായ ആദറിനോട്, പുരോഹിതനായ ആദറിനോട്, ആദർശ ശത്രുവായ ആദറിനോട് ഇബ്രാഹിം നബിയുടെ പ്രയോഗം. ആ ആദറിന് വേണ്ടി നമുക്കറിയാമല്ലോ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കുകയുണ്ടായി. തെറ്റാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അദ്ദേഹം പിതാവിന് വാഗ്ദാനം കൊടുത്തിരുന്നു, ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം അത്രമാത്രം ഉപ്പയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ അടിസ്ഥാനവുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ അള്ളാഹുവിനോടുള്ള മഹത്വത്വം, ഉപ്പയോടുള്ള മഹത്വത്വം നേർക്കുനേരെ സംഘർഷത്തിൽ വരുന്നു എന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ഉപ്പയെ ബഹിഷ്കരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പിന്നെ സലാം ചൊല്ലി കടന്നു പോവുകയാണ്, അള്ളാഹുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. മകനെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു. ഏറ്റവും വലിയ ദൗർബല്യമായിരുന്നു. പക്ഷേ ആ വലിയ പരീക്ഷണത്തിൽ ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും വലിയ പരീക്ഷണം. അവിടെ മകനെ കുരുതി കൊടുക്കുക എന്നത് മാത്രമല്ല, മനുഷ്യ സമൂഹം അന്നോളം കാത്തു സൂക്ഷിച്ചിരുന്ന ചില മൂല്യസങ്കല്പങ്ങളെപ്പോലും തിരുത്തുകയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. പുത്രനെ കൊല്ലുക എന്നത് മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും എതിരായ ഒരു കാര്യം അതുപോലും അല്ല കൽപ്പിച്ചപ്പോൾ പിന്നെ അവിടെ രണ്ടാമതൊന്ന് ഒരു ചിന്ത ഇബ്രാഹിമിന്റെ മനസ്സിലില്ല. അതാണ് ഇബ്രാഹിം ഈ മില്ലത്തിന്റെ സവിശേഷത. നമുക്കറിയാം, ചരിത്രം വിശദീകരിക്കേണ്ടതില്ല. പുത്രബലിയിലും അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തത്. നൂഹ് നബി അലൈഹിസ്സലാമിന് സ്വന്തം ഭാര്യയെ ത്യജിക്കേണ്ടി വന്നു. കാരണം അവർ അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നില്ല. ലൂത്ത് അലൈഹിസ്സലാമിന് സ്വന്തം ഭാര്യയെ ത്യജിക്കേണ്ടി വന്നു. നൂഹ് നബിക്ക് ഏറ്റവും വാത്സല്യഭാജനമായിരുന്ന സ്വന്തം മകനെ അള്ളാഹുവിന്റെ വഴിയിൽ ത്യജിക്കേണ്ടി വന്നു. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം മുഴുവൻ ത്യാഗത്തിന്റെ ചരിത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന സ്വലാത്തി വനുസുഖി എന്ന് പറയുന്ന ഒരു വിശ്വാസി എന്റെ ത്യാഗങ്ങളെല്ലാം പടച്ചവനെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. സുപ്രധാനമായ ത്യാഗമാണ് സ്നേഹ സൗഹൃദങ്ങളുടെ ത്യാഗം എന്ന് പറയും. ഒരാൾക്കൊരു ആത്മസുഹൃത്തുണ്ടെങ്കിൽ, എല്ലാം പങ്കുവെക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അയാൾ ആ സുഹൃത്തിന്റെ മാർഗത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ചങ്ങാതിയുടെ മാർഗത്തിലായിരിക്കും ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഫല്യൻദുർ ബിമ യുഖാലിൽ, ആരെയാണ് ഒരാൾ ചങ്ങാതിയാക്കുന്നത് എന്ന് അയാൾ പ്രത്യേകമായിട്ട് പരിശോധിക്കണമെന്ന് പ്രവാചകൻ കൽപ്പിക്കുകയുണ്ടായി. അതാണ് സുപ്രധാനമായ ത്യാഗത്തിന്റെ ഒരു മേഖല. നാലാമത്തേത് എന്ന് പറയുന്നത് അഭിപ്രായ ത്യാഗമാണ്. ഒരുപക്ഷെ നമ്മൾ സാധാരണ കേൾക്കാത്ത ഒരു ത്യാഗമാണ്. അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും നിങ്ങളുടെ അഭിരുചികളും വിചാരങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ത്യജിക്കേണ്ടി വന്നേക്കാം. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്റെ ഭാഗമാണ് ശരിയെന്നാണ്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറയുന്ന അഭിപ്രായമാണ് ഏറ്റവും ശരി. ആ ശരിയിലേക്ക് നിങ്ങളെല്ലാവരും വരണം എന്നാണ് എന്റെ മോഹം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ, ഒരു പ്രസ്ഥാനമായി ജീവിക്കുമ്പോൾ, ഒരു സംഘമായി ജീവിക്കുമ്പോൾ അവിടെ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനം. നിങ്ങളുടെ അഭിപ്രായം എത്ര വിദഗ്ധമായിരുന്നാലും, നിങ്ങളുടെ വീക്ഷണം എത്ര ശരിയായി കുറ്റമറ്റതായിരുന്നാലും നിങ്ങൾ ചിന്തിക്കണം, ആ വീക്ഷണം നിങ്ങൾ ത്യജിക്കുന്നത് കൊണ്ട് രക്ഷിതാവായ തമ്പുരാനെ ലംഘിക്കുക എന്ന ഒരു പാപം സംഭവിക്കുന്നില്ലെങ്കിൽ, സമാജത്തിന് വേണ്ടി, സംഘത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നിങ്ങളുടെ അഭിപ്രായം ത്യജിക്കേണ്ടി വരുമെങ്കിൽ, ത്യജിക്കേണ്ടി വന്നാൽ അവിടെ യാതൊരു വൈമനസ്യവും കൂടാതെ നിങ്ങളുടെ മാർഗത്തെ, നിങ്ങളുടെ അഭിപ്രായത്തെ വേണ്ടെന്ന് വെക്കുവാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം.
പ്രിയമുള്ളവരെ, ഇത് കൂടുതൽ പ്രയാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന എല്ലാ ത്യാഗങ്ങളിൽ നിന്നും, കാരണം അതെല്ലാം മൂർത്തമായ ത്യാഗങ്ങളാണ്, നമുക്കതിന്റെ ഫലം പെട്ടെന്ന് മനസ്സിലാവും. അത് വളരെ പ്രത്യക്ഷമാണ്, അത് വളരെ ബാഹ്യമാണ്. ആ ത്യാഗങ്ങളെല്ലാം, അത് ബന്ധങ്ങളുടെ ത്യാഗമാണെങ്കിലും നേരത്തെ പറഞ്ഞ ഏത് ത്യാഗമാണെങ്കിലും, പക്ഷേ ഇവിടെ അമൂർത്തമായ ഒരു ത്യാഗമാണ്. നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അനിഷ്ടങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, ഇത് പക്ഷേ അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കേണ്ടി വരിക എന്നത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറെ കൂടി പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ആ അഭിപ്രായ ത്യാഗം വളരെ പ്രധാനമാണ്. അല്ലാഹുവിന്റെ വഴിയിൽ നിങ്ങളുടെ അഭിപ്രായം എത്ര ശരിയാണ് എന്നുറപ്പുള്ളതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, പൊതുനന്മയ്ക്ക് വേണ്ടി ആ അഭിപ്രായം തൽക്കാലം മാറ്റിവെക്കേണ്ടി വന്നാൽ മാറ്റിവെക്കാൻ വിശ്വാസിക്ക് കഴിയണം എന്ന അഞ്ചാമത്തെ ത്യാഗം ജീവന്റെ ത്യാഗമാണ്. അതേറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഒരാൾക്ക് ഏറ്റവും വലിയ സാക്ഷ്യം നിർവഹിക്കാനുള്ളത് അയാളുടെ ചോര കൊണ്ടും ജീവൻ കൊണ്ടുമാണ്. ഇതാ അല്ലാഹുവിന്റെ വഴിയിൽ എന്റെ ശരീരം, എന്റെ ജീവൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിനുള്ള ഭാഗ്യമൊക്കെ അപൂർവമായിട്ട് ആളുകൾക്ക് ലഭിക്കുന്നതാണ്. ഒരിക്കൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാമിന്റെ മാർഗത്തിൽ സിംഹമായിരുന്ന അല്ലാഹുവിന്റെ വാൾ എന്നറിയപ്പെട്ട മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് പോലും ഷഹാദത്തിന്റെ ഭാഗ്യം സിദ്ധിച്ചില്ല എന്ന്. മരണത്തിന്റെ മുഹൂർത്തത്തിൽ അദ്ദേഹം ഖേദിച്ചു, പടച്ചവനെ, ഇത്രയൊക്കെ അല്ലാഹുവിന്റെ വഴിയിൽ നടന്നിട്ടും ഒരു മൃഗത്തെ പോലെ പായിൽ കിടന്ന് മരിക്കാനുള്ള ഒരവസ്ഥയാണല്ലോ എനിക്കുണ്ടായത് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ വഴിയിൽ സ്വന്തം ചോരയും ജീവനും സമർപ്പിക്കുക എന്ന മഹത്തായ ജീവത്യാഗത്തിന്റെ ഒരു സന്ദർഭം വന്നാൽ അതിന് ഭാഗ്യം കിട്ടിയാലും ഇല്ലെങ്കിലും അത് കൊതിച്ചുകൊണ്ടേയിരിക്കാൻ വിശ്വാസിക്ക് കഴിയണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതനാണല്ലോ ശൈഖ് യൂസുഫ് ഖർവാനി, അദ്ദേഹം പലപ്പോഴും സന്ദർശകരോട് പോകുമ്പോൾ ഒരു വസിയ്യത്ത് എന്ന നിലയിൽ പറയാറുണ്ടത്രേ, എനിക്ക് ഷഹാദത്തിന്റെ ഭാഗ്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ വഴിയിൽ ഈ 5 തരത്തിലുള്ള ത്യാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനസ്സ് ആർജിച്ചെടുത്തുകൊണ്ട് മാത്രമേ സ്വർഗത്തിന്റെ വഴിയിൽ മുന്നേറാൻ കഴിയൂ എന്ന് നമ്മൾ അറിയണം. വിശുദ്ധ ഖുർആൻ 2 മനോഹരമായ ഉപമകൾ നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഉദാഹരണം, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സഫിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. സൂറത്ത് സഫിൽ അല്ലാഹു പറയുന്നു, ആരെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്? യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ, അല്ലാഹുവിന്റെ വഴിയിൽ ഒരണിയായി നിന്നുകൊണ്ട് പൊരുതുന്നവരെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. കഅന്നഹും ബുനിയാനും മർസൂസ്, സുഭദ്രമായ ഒരു ബിൽഡിംഗ് പോലെ എന്നല്ലാഹു പറയുകയാണ്. ഈ ആയത്ത് വായിച്ചിട്ട് മഹാനായ ഖുർറമുറാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് അല്ലാഹുവിന്റെ അതിസുന്ദരമായ ഉപമയാണ്. ഇസ്ലാമിക സമൂഹം എങ്ങനെയായിരിക്കണമെന്ന്. കഅന്നഹും ബുനിയാനും മർസൂസ്, ഈ സമാജത്തിൽ ഓരോരുത്തരും ഓരോ ഇഷ്ടിക പോലെയാണ്. ഇഷ്ടിക കൊണ്ട് പടുത്തുയർത്തുന്ന ഒരു ബിൽഡിംഗ് പോലെയാണ് ഈ സമാജം എന്നല്ലാഹു വിശദീകരിക്കും. ഒരു ഇഷ്ടികയുടെ പുറത്ത് മറ്റൊരു ഇഷ്ടിക വെച്ച്, ഒരു ഇഷ്ടിക തിരിച്ചു വെച്ച്, ഒരു ഇഷ്ടിക മറിച്ചു വെച്ച്, അതിൽ സിമന്റ് ഇട്ട് ഉറപ്പിച്ച് നിർമ്മിക്കുന്ന മനോഹരമായ ഒരു ബിൽഡിംഗ് പോലെയാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ. ആ ഇഷ്ടിക ഓരോന്നും മറ്റേതിനെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചില ഇഷ്ടികകൾ ചെത്തി മിനുക്കിക്കൊണ്ടേ അവിടെ വെക്കാൻ കഴിയൂ. അതിന്റെ മുഖഭാഗം ചിലപ്പോൾ വെട്ടിക്കളയും, മുറിച്ചുകളയും, പകുതിയാക്കിയായിരിക്കും ചിലപ്പോൾ വെക്കുക. ചില ഇഷ്ടികകൾ മറ്റുള്ളവർ കാണാൻ പോലും കഴിയാതെ മണ്ണിനടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുക. ആ ഇഷ്ടികകളും കല്ലുകളും ഞങ്ങളെ മറ്റുള്ളവർ കാണണമെന്ന് വാശി പിടിച്ചാലോ ബിൽഡിംഗ് ഉയരുകയില്ല എന്ന് നമുക്കറിയാം. അല്ലാഹുവിന്റെ വഴിയിൽ മറഞ്ഞിരിക്കണമെങ്കിൽ മറഞ്ഞിരിക്കാൻ, അല്ലാഹുവിന്റെ വഴിയിൽ ബലപ്പെടുത്തി മുകളിലിരിക്കണമെങ്കിൽ മുകളിലിരിക്കാൻ, അല്ലാഹുവിന്റെ വഴിയിൽ മറ്റൊരാളെ താങ്ങിക്കൊണ്ട് താഴെയിരിക്കണമെങ്കിൽ താഴെയിരിക്കാൻ. ഈ സമൂഹം എപ്രകാരമാണോ പടച്ചതമ്പുരാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, ആ രൂപകൽപ്പനയിലേക്ക് സ്വന്തത്തെ പാകപ്പെടുത്തിയെടുക്കുവാൻ, സ്വന്തത്തിന്റെ സകലവും സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇഷ്ടികകളായി മാറുവാൻ എപ്പോഴാണോ ഈ സമാജത്തിലെ അംഗങ്ങൾക്ക് സാധിക്കുക, അപ്പോഴേ ഈ സമുദായം സുന്ദരമായ സമൂഹമായി മാറുകയുള്ളൂ. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. മറ്റൊരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്ത് ഇബ്രാഹിമിലാണ്. ഞാൻ ആമുഖമായി പാരായണം ചെയ്ത ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക
ആദർശവാക്യത്തിന്റെ ഉപമ പറയുകയാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ തൂതി ഉകലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ആളുകൾ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഒരു ഉപമ അവതരിപ്പിക്കും. അല്ലാഹുവിന്റെ വാചകത്തിന്റെ വചനത്തിന്റെ ആദർശത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല മരം പോലെ എന്നല്ലാഹു വിശദീകരിക്കുന്നു. ആ മരത്തിന്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിൽ ആണ്ടിറങ്ങിയതാണ്. അതിന്റെ ചില്ലകൾ ആകാശലോകത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു വടവൃക്ഷം തന്റെ നാഥന്റെ അനുവാദപ്രകാരം എല്ലാ കാലഘട്ടങ്ങളിലും ജനങ്ങൾക്ക് ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം, ജനങ്ങൾക്ക് തണലേകിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം, ഇങ്ങനെയുള്ള ഒരു വൃക്ഷം പോലെയാണ് അല്ലാഹുവിന്റെ വചനമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈ ഉപമ തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ ചേരുക. അതൊരു മരം പോലെയായിരിക്കണം, അതൊരു നന്മയുടെ വൻമരമായി തീരണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഒരു സമൂഹം. ലോകത്തിന്റെ ജനത ഇതിന്റെ തണലാസ്വദിക്കുകയാണ്, ഇതിന്റെ ഫലങ്ങൾ അനുഭവിക്കുകയാണ്, ഇതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുകയാണ്. ഇങ്ങനെ ഈ മരത്തിന്റെ ഗുണഭോക്താക്കളായി തീരുന്നവരാണ് മറ്റെല്ലാ സമൂഹവും. ഇങ്ങനെ മറ്റുള്ള ജനതകൾക്ക് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഒരു ഉത്തമ വൃക്ഷം പോലെയാണ് ഈ സമാജം എന്ന് പറയും. നമുക്കറിയാമല്ലോ, വൃക്ഷം തണൽ നൽകുന്നുവെങ്കിൽ അത് സ്വയം വെയിൽ കൊള്ളുന്നുണ്ട്. സ്വയം വെയിൽ കൊള്ളാതെ മറ്റുള്ളവർക്ക് തണലേകുക സാധ്യമല്ല. ഇസ്ലാമിക സമാജം സ്വയം വെയിൽ കൊള്ളാൻ, ത്യാഗത്തിന്റെ വെയിൽ കൊള്ളാൻ സന്നദ്ധമാകണം, മഴ നനയാൻ സന്നദ്ധമാകണം, മർദ്ദിക്കപ്പെടാൻ സന്നദ്ധമാകണം, തിരിക്കാൻ സന്നദ്ധമാകണം. അങ്ങനെ സന്നദ്ധമാകുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് തണലും കുളിർമയുമായി മാറുവാൻ ഇസ്ലാമിക സമാജത്തിന് സാധ്യമാകൂ എന്ന ഒരു വെളിച്ചത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ നമ്മെ വിളിച്ചുണർത്തുന്നത് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഉപമ ഇസ്ലാമിക സമാജത്തിലെ ഓരോ വ്യക്തിയുടെയും ഉപമയായി തീരണം. സ്വയം ഇഷ്ടികകളാകാൻ, അല്ലാഹുവിന്റെ വഴിയിൽ സ്വയം ഇഷ്ടികകളാകാൻ, കല്ലുകളാകാൻ സന്നദ്ധമാകണം. രണ്ടാമത്തെ ഉപമ, ഇസ്ലാമിക സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാമരമായി മാറാൻ അവർ സന്നദ്ധമാകണം. അപ്പോൾ മാത്രമേ ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗത്യം യഥാവിധി പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധ്യമാകൂ. ത്യാഗത്തിന്റെ ഒരു ജീവിതമാർഗത്തിലൂടെയല്ലാതെ ഒരിക്കലും സ്വർഗത്തിലേക്ക് മാർഗമില്ലെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പടച്ചിറപ്പ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.